ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം ചേരുകയാണ്. ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ടോബി ജോൺസൺ, ദീപക് ധർമ്മടം, എസ് വിജയകുമാർ, ഹാഷ്മി താജ് ഇബ്രാഹിം, തനേഷ് തമ്പി എന്നിവർ. ആദ്യം ടോബി ജോൺസണിലേക്ക്. ടോബി, ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, അത് പ്രത്യേകിച്ച് ഇ.പി. ജയരാജനെ പ്രതിസന്ധിയിലാക്കിയ കാര്യങ്ങളിലുള്ള വിശദീകരണമാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ തുറന്നു പറഞ്ഞിട്ടുള്ളത്. പല കാര്യങ്ങളിലും പ്രതികരണം തേടുമ്പോൾ, പ്രത്യേകിച്ച് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ സമയത്തൊക്കെ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് പ്രതികരണം ചോദിക്കാൻ തുടങ്ങിയ സമയത്ത് എല്ലാം ആത്മകഥയിൽ പറയുമെന്നൊരു വരിയിൽ അന്ന് അദ്ദേഹം ചുരുക്കിയിരുന്നു. ആ കാര്യം ഉൾപ്പെടെ ഇതിൽ വിശദമാക്കുന്നുണ്ട്. അങ്ങനെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിൽപ്പെടുത്തിയ കാര്യങ്ങളിലുള്ള വിശദീകരണമല്ലേ ഈ പുസ്തകത്തിലുള്ളത്? തീർച്ചയായിട്ടും അനുജ, അത് തന്നെയാണ് നമ്മളും പറഞ്ഞു വെക്കുന്നത്. അല്ലെങ്കിൽ ഈ പുറത്തു വന്ന ഈ പേപ്പറുകൾ അല്ലെങ്കിൽ ഈ പുസ്തകത്തിന്റെ ഭാഗങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ മനസ്സിലായതും അത് തന്നെയാണ്. അതായത് ഈ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം നേരിടേണ്ടി വന്ന ആരോപണങ്ങൾ, അതിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു വിശദീകരണം, അതായത് മുൻപ് നടന്നതും ഇപ്പോൾ നടക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളിലുള്ള ഒരു വിശദീകരണങ്ങൾ, പ്രത്യേകിച്ചും BJP-ക്കൊപ്പം കൂടുന്നു എന്നതടക്കമുള്ള വിവാദങ്ങൾ സജീവമായിരുന്നു. ഇക്കാര്യങ്ങളിലടക്കം അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? അദ്ദേഹത്തിനെതിരെ വന്ന ഏറ്റവും വലിയ നടപടി എന്ന് പറയുന്നത് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതാണ്. ആ കാര്യത്തിൽ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോയപ്പോഴാണ് ഒരു പുസ്തകത്തിലൂടെ തനിക്ക് പറയാനുള്ളതെല്ലാം പറയുമെന്ന് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് DC-യുമായി ബന്ധപ്പെട്ട് ഈ പുസ്തകം ഇറക്കാനുള്ള ചർച്ചകൾ നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ അദ്ദേഹം നേരിട്ട പ്രശ്നങ്ങൾ, അതിലുള്ള വിശദീകരണങ്ങൾ, ഒപ്പം തന്നെ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും നിലപാടുകൾ, പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ, ഇതിലൊക്കെ ഇ.പി. ജയരാജൻ്റെ നിലപാട് എന്താണ്? ചില തീരുമാനങ്ങൾ പാർട്ടി എടുക്കുന്നതിനെ തിരുത്തുകയാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ സ്ഥാനാർത്ഥി നിർണയത്തെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ എടുത്ത നടപടി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. താനൊരു കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, തനിക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ അത് കേന്ദ്ര കമ്മിറ്റിയാണ് എടുക്കേണ്ടത്. എന്നാൽ താൻ ഇല്ലാതിരുന്ന ഒരു സെക്രട്ടേറിയറ്റിലാണ് ഈ വിഷയം ചർച്ചയായതും തന്നെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതുമെന്നാണ് അദ്ദേഹം ഈ ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ദിവസമാണ്, തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തെ പോലും അദ്ദേഹം സംശയത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്. PV അൻവറിൻ്റെ കാര്യം പറയുന്നു. ചേലക്കരയിലെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി ഇടതു മുന്നണിക്ക് കൂടുതൽ പ്രശ്നമുണ്ടാക്കുമെന്നുള്ള ഒരു പ്രതികരണം നടത്തും. ഇങ്ങനെ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി നിൽക്കുന്ന പ്രശ്നങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിലുമെല്ലാം ഇ.പി. ജയരാജൻ അദ്ദേഹത്തിൻ്റെ നിലപാട് പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഈ പുസ്തകമായി വരുന്നത്. എന്തായാലും ഇത് വിവാദമായ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ DC ബുക്സാണ് ഇനിയൊരു വിശദീകരണം നൽകേണ്ടത്. എന്തുകൊണ്ട് ഇത് അദ്ദേഹം കൊടുത്ത കാര്യങ്ങളല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ അതുതന്നെയാണോ അദ്ദേഹം നൽകിയത് എന്നുള്ള കാര്യത്തിൽ ഒരു വിശദീകരണം പറയേണ്ടത് DC ബുക്സാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഏതായാലും DC ബുക്സ് ഇത് നിഷേധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ഒരല്പം നീട്ടിവച്ചിരിക്കുന്നു സാങ്കേതിക കാരണങ്ങളാൽ എന്നുള്ള വിശദീകരണം മാത്രമാണ്. അപ്പോൾ പുറത്തു വരുമ്പോൾ അതിൽ എന്തൊക്കെയുണ്ട് എന്നത് അറിയാം എന്ന് പറയുമ്പോഴും ഇത് നിഷേധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനിടെ പ്രകാശ് കാരാട്ടിൻ്റെ ഒരു പ്രതികരണം വന്നത് പുസ്തക വിവാദത്തിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ തെറ്റാണ് എന്നതാണ്. CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടിൻ്റെ വിശദീകരണം. അങ്ങനെയൊന്നും എഴുതിയിട്ടോ പ്രസിദ്ധീകരിച്ചിട്ടോ ഇല്ല എന്ന് ഇ.പി. ജയരാജൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും പ്രകാശ് കാരാട്ട് പ്രതികരിച്ചു. Jayarajan has denounced this as a falsehood. Nothing like that has been written. Nothing like that has been published. This is obviously a stunt keeping the by-elections in view. Nobody will be fooled by this. ഞങ്ങളുടെ പ്രതിനിധികൾ തുടരുന്നുണ്ട്. ദീപക് ധർമ്മടത്തിലേക്കാണ് ഇനി. ദീപക്, ഇപ്പോൾ അങ്ങനെയൊന്നും എഴുതിയിട്ടോ പ്രസിദ്ധീകരിച്ചിട്ടോ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു എന്നത് പ്രകാശ് കാരാട്ട് ഇ.പി. ജയരാജൻ പറയുന്നതിനെ മുഖവിലക്കെടുത്തുകൊണ്ടാണ് ഇപ്പോൾ പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഇത് പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്, നമുക്കറിയാവുന്നതാണ്. പക്ഷേ അങ്ങനെയൊന്നും അദ്ദേഹം എഴുതിയിട്ടില്ല എന്നത് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? കാരണം പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഇതേ രൂപത്തിൽ തന്നെ ഇ.പി. ജയരാജനിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളതല്ലേ? അനുജ, ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ കാര്യത്തിൽ പുസ്തകത്തിൻ്റെ നിലപാട് വ്യക്തമാക്കേണ്ടത് DC രവി, മറ്റൊന്ന് പുസ്തകം എഴുതിയ ഇ.പി. ജയരാജൻ. പാർട്ടിയാണെങ്കിൽ ഇ.പി. ജയരാജൻ്റെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കുകയാണ്. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന, പാർട്ടി കേന്ദ്ര കമ്മിറ്റി കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന, പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന
പ്രകാശ് കാരാട്ട് പൂർണ്ണമായും EP ജയരാജൻ്റെ വാക്കുകളെ വിശ്വസിക്കുന്നു. സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ MV ഗോവിന്ദൻ മാസ്റ്ററും പൂർണ്ണമായും EPയെയാണ് വിശ്വസിക്കുന്നത്. ഇതിൽ EP ഇത്തരത്തിൽ എഴുതുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ EPയുമായി അടുപ്പമുള്ളവർക്കറിയാം EP പല വിഷയങ്ങളിൽ പാർട്ടിയോട് കൃത്യമായ വേദനയോടുകൂടി പാർട്ടിയിൽ തുടരുന്ന ആളാണ്. അത് ഒന്ന്, സംസ്ഥാന സെക്രട്ടറിയായി EPയെ പരിഗണിച്ചില്ല. EPയേക്കാൾ ജൂനിയറായ EP ജില്ലാ സെക്രട്ടറിയായി 13 വർഷം സേവനമനുഷ്ഠിച്ചതിന് ശേഷം ജില്ലാ സെക്രട്ടറിയായ MV ഗോവിന്ദൻ മാസ്റ്റർ, അതും കണ്ണൂരിലെ പാർട്ടിയെ ഏറ്റവും സംഘർഷകാലത്ത് നയിച്ചത് EP ആയിരുന്നു. അതിനുശേഷം MV ഗോവിന്ദൻ മാസ്റ്റർ ജില്ലാ സെക്രട്ടറിയായി. ആ ജൂനിയറായ MV ഗോവിന്ദൻ മാസ്റ്ററെ സംസ്ഥാന സെക്രട്ടറിയാക്കി എന്നതിൽ EPക്ക് കൃത്യമായ അമർഷമുണ്ടായിരുന്നു. അത് അടക്കം പറച്ചിലിൽ സ്വകാര്യ സംഭാഷണങ്ങളിലൊക്കെ EP പല ഘട്ടങ്ങളിൽ പല നേതാക്കളോട് പങ്കുവച്ചതാണ്. മറ്റൊന്ന്, LDF കൺവീനർ സ്ഥാനത്തു നിന്നും മാറ്റിയതിനു ശേഷം അദ്ദേഹം കൃത്യമായൊരു പ്രതികരണത്തിന് തയ്യാറായില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാതെ മാറി നിന്നിരുന്നു EP. കാരണം MV ഗോവിന്ദൻ മാസ്റ്ററെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവുമാക്കി തീരുമാനിച്ചതിന് ശേഷം. പക്ഷേ എന്നാൽ കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. EP ഇതൊക്കെ എഴുതുമോ എന്ന് ചോദിച്ചാൽ EPയുടെ മനോഗതങ്ങൾ ഏറെ വേദനാജനകമായ ദിവസങ്ങൾ പിന്നിട്ട, മാസങ്ങൾ പിന്നിട്ട കുറച്ച് കാലങ്ങളായിരുന്നു. അതുകൊണ്ട് എഴുതാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ EP കൃത്യമായി പറയുന്നു ഇതൊരു ഗൂഢാലോചനയാണ്, ഞാൻ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ DCയെ ഏൽപ്പിച്ചിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് രാവിലെ 6:30 മണിയോടെ ഈ വാർത്ത ടോബി ജോൺസൺ ബ്രേക്ക് ചെയ്ത ഉടൻ തന്നെ നമ്മൾ രണ്ടു പക്ഷവും കൊടുക്കണമെന്ന നിലപാടിൻ്റെ ഭാഗമായി EPയെ ഞാൻ വിളിക്കുന്നു. EPയുടെ ഭാര്യ PK ഇന്ദിര ജയരാജനാണ് ഫോൺ എടുക്കുന്നത്. ആദ്യം തന്നെ എന്താണ് തെരഞ്ഞെടുപ്പ് ദിവസം വിവാദം എന്നായിരുന്നു പ്രതികരണം. അത് കഴിഞ്ഞ് EP കൃത്യമായി പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ്, ഇതിനെതിരെ നിയമ നടപടിയിലേക്ക് പോകേണ്ടി വരും, ഞാൻ പറഞ്ഞതല്ല എന്നുള്ളത്. ഇപ്പോഴും EP അത് ആവർത്തിക്കുമ്പോൾ ഇതിൽ കൃത്യമായി EPയുടെ തെരഞ്ഞെടുപ്പ് ദിവസത്തെ ഈ ബോംബാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസത്തിലെ LDFന് തിരിച്ചടിയാവുന്ന ഏറ്റവും വലിയ ചർച്ച. പക്ഷേ EP ഉറപ്പിച്ചു പറയുന്നു ഞാൻ എഴുതിയതല്ല വന്നത്. താൻ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ആരെയും ഏൽപ്പിച്ചിട്ടില്ല ഇത് പ്രസിദ്ധീകരിക്കാൻ എന്നുള്ളതാണ് ഇപ്പോഴും EP ജയരാജൻ ശക്തമായി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടെ ഇതിൽ ഈ വിഷയത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളുടെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയ പിണറായി വിജയന് കാലം നൽകുന്ന മറുപടിയാണ് EP ജയരാജൻ എന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പറഞ്ഞു. EP ജയരാജന്റെയും CPIഎമ്മിന്റെയും വിശദീകരണം രണ്ട് വഴിക്കാണ്. EP ജയരാജൻ BJPയിലേക്ക് പോകാനാണ് സാധ്യതയെന്ന് K സുധാകരൻ പറഞ്ഞു. BJP EP ജയരാജനെ പിന്തുണച്ച് രംഗത്തെത്തി അധികാരം മരുമകനിലേക്ക് എത്തിക്കാനുള്ള പിണറായി വിജയന്റെ ശ്രമത്തിനെതിരെയാണ് EP ജയരാജന്റെ തുറന്നു പറച്ചിൽ എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ പ്രതികരണം. ആ രണ്ട് പ്രതികരണങ്ങളും കേൾക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് തിരഞ്ഞെടുപ്പ് ദിവസം മുതിർന്ന നേതാവ് EP ജയരാജൻ്റെ ആത്മകഥ പുറത്തു വന്നത് കാലത്തിൻ്റെ കണക്ക് ചോദിക്കലാണ് എന്ന് CPMൻ്റെ നേതാക്കൾ മനസ്സിലാക്കണം. പിന്നെ EPയുടെയും അതുപോലെ തന്നെ CPMൻ്റെയും വിശദീകരണം തന്നെ യുക്തിസഹമല്ല. രണ്ടും രണ്ട് വഴിക്കാണ്. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയതിലുള്ള പക EPക്ക് ഇപ്പോഴും അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുടുംബാധിപത്യമാണ് ഇപ്പോൾ CPMൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അധികാര കൈമാറ്റം മരുമകനിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്, മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള വലിയ രോഷം ആ പാർട്ടിക്കകത്ത് അലയടിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. ഹാഷ്മി താജ് ഇബ്രാഹിം വയനാട്ടിൽ നിന്ന് ചേരുന്നു. ഹാഷ്മി, ഇപ്പോൾ വലിയൊരു വിവാദം വീണ്ടും നമുക്കറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് നടന്ന ദിവസം അദ്ദേഹം ഒരു വിവാദ ചുഴിയിൽ അകപ്പെട്ടിരുന്നു. പിന്നീട് അതിന് മറുപടിയുമായി മുഖ്യമന്ത്രി തന്നെ ഒരു ദീർഘമായ പ്രസ്താവനയുമായി രംഗത്ത് വരേണ്ടുന്ന സാഹചര്യം, അത് ചാനൽ ക്യാമറയ്ക്ക് മുന്നിലാണ് അദ്ദേഹം അന്ന് പ്രസ്താവന നടത്തി. ഇതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് ദിവസമാകുമ്പോൾ വീണ്ടും EP ജയരാജൻ ഫോക്കസ് പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ഈ വയനാട്ടിലൊക്കെ ഏതെങ്കിലും തരത്തിൽ ചർച്ചയാകുന്നുണ്ടോ? രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ് അവരുടെയൊക്കെ പ്രതികരണമായി കിട്ടുന്നത്? ഉറപ്പായും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വലിയ ചർച്ചയാവുന്നുണ്ട്. EPയുടെ എന്താണ് വീണ്ടും ഒരു ഇലക്ഷൻ ദിവസം രാവിലെ വരുന്ന പ്രതികരണം. ആ പ്രതികരണം ഒരുപക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നത് EPയുടെ ഓൺ വാക്കുകളാണെങ്കിൽ ഇക്കുറി അത് വരുന്ന EP പറയുന്ന അക്ഷരങ്ങളിലൂടെയാണെന്ന് മാത്രം. അതിനുശേഷം EP നിഷേധിച്ചാലും നിരാകരിച്ചാലും ഈ ബുക്ക് പ്രസാധകം ചെയ്യുന്ന DC ബുക്സ് അത് സ്ഥിരീകരിക്കുന്നുണ്ട്. മാത്രമല്ല നമുക്കറിയാം അനുജ, മാതൃഭൂമി ബുക്സ്, DC ബുക്സ് പോലെയുള്ള പ്രസാധക സംരംഭങ്ങൾ കേരളത്തിൽ കാലാകാലങ്ങൾ ഉള്ളതാണ്. അവർ ഏതെങ്കിലും തരത്തിൽ കരാറോ ഉടമ്പടികളോ ഇല്ലാതെ അങ്ങനെ ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവിൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കില്ല. കൃത്യമായ കരാറും ഉടമ്പടിയും ഒക്കെ അടിസ്ഥാനത്തിൽ EP പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. മാത്രമല്ല ഇന്ന് തന്നെ 10:30 ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ നിർവഹിച്ചിരുന്നതാണ്. എന്തായാലും ആ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം അതിന്റെ ഗ്രന്ഥകർത്താവ് അറിയാതെ എന്തായാലും വരില്ല. അപ്പോൾ ഈ പ്രകാശനം, അതായത് ഇത്രത്തോളം സ്ഫോടനാത്മക വിവരങ്ങളുള്ള ഈ പുസ്തകത്തിന്റെ പ്രകാശനം ഉറപ്പായും EP ജയരാജൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് 10:30 വരാനിരുന്നത്. അതിനു മുൻപ് നമ്മൾ ടോബി വഴി ആ പുസ്തകത്തിന്റെ കണ്ടന്റ് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും അത് രാഷ്ട്രീയ ചർച്ചയാകുമ്പോഴേക്കും EP നിരാകരിക്കുന്നേ ഉള്ളൂ. അനുജ ഒരൊറ്റ കാര്യം ഓർത്താൽ മതി, MV ഗോവിന്ദൻ
ഗോവിന്ദൻ ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. സാധാരണഗതിയിൽ ഈ പറയുന്ന വലതുപക്ഷ മാധ്യമങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥിരം പ്രയോഗങ്ങൾ ഒന്നും എം വി ഗോവിന്ദൻ ഇന്ന് പറഞ്ഞില്ല. ഇന്ന് എം വി ഗോവിന്ദൻ EP ജയരാജൻ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു മാത്രമേ പറഞ്ഞുള്ളൂ. DC ബുക്സിനെതിരെ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന കുറ്റം ചുമത്താൻ ഒന്നും തയ്യാറായില്ല എം വി ഗോവിന്ദൻ. മാത്രമല്ല EP ജയരാജൻ ഇത്തരത്തിൽ കേസ് കൊടുക്കുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ സമാനമായൊരു വാർത്ത നമുക്ക് ഓർമ്മയുണ്ട് അനുജ. നമ്മുടെ സൂര്യ തൃശ്ശൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത വാർത്തയ്ക്കെതിരെ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് അതിരൂക്ഷമായ വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ പണം വാങ്ങി വാർത്ത ചെയ്തു എന്നൊക്കെ നേരിൽ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. കേസ് കൊടുത്തു. മുഖ്യമന്ത്രി കേസ് കൊടുത്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുത്ത പരാതി, പോലീസിന് കൊടുത്ത പരാതി, ഇതൊക്കെ പ്രാഥമിക അന്വേഷണത്തിന് ഒരു കഥയും കാമ്പുമില്ല എന്ന് കരുതിയപ്പോൾ വർഷം ഒന്നായി ഏതെങ്കിലും തരത്തിൽ ആ കേസിന് അന്വേഷണം മുന്നോട്ടേക്ക് വിടും. അതുകൊണ്ട് EP കേസ് കൊടുക്കുമെന്നൊക്കെ പറയുന്നതൊക്കെ അത്രയ്ക്കേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് അനുജ, രാഷ്ട്രീയ ബോംബ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. രാവിലെ ഇലക്ഷൻ അന്ന് രാവിലെ ഈ വാർത്ത വരുന്നു. ഈ വാർത്ത തന്നെ ഈ ബൈ ഇലക്ഷൻ നടക്കുന്ന 3 മേഖലകളിലും ഈ വാർത്ത രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ സജീവമായി ചർച്ചയാകുന്നു. കൊടകര കുഴൽപ്പണ കേസ്, നമ്മുടെ പ്രചരണത്തിന്റെ ഒരു ഘട്ടത്തിൽ 24 പുറത്തുവിട്ട കൊടകര കുഴൽപ്പണ കേസിലെ വെളിപ്പെടുത്തൽ ഏത് രീതിയിൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ കോളിളക്കവും ചർച്ചയുമായോ അതേപോലെ അതിനപ്പുറമോ ഇലക്ഷൻ ദിവസം EP-യുടെ വെളിപ്പെടുത്തൽ ചർച്ചയാവുകയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം ഈ പാലക്കാട്ടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് LDF സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. അൻവറിന്റെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള പരാമർശം, അൻവറിനെ കുറിച്ചൊക്കെയുള്ള പരാമർശം, ഇതെല്ലാം ഇപ്പോൾ ചർച്ചയാവുകയാണ്.